ഡ്രമ്മർ ബാലൻ. യേശു ജനിച്ച രാത്രി അടുത്തുനിന്നും ദൂരത്തുനിന്നും പലരും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെത്തി. ജ്ഞാനികൾ പൊന്നും കുന്തിരുക്കവും മീറയും കൊണ്ടുവന്നു. ഇടയന്മാർ കുഞ്ഞാടുകളുമായി എത്തി. ഓരോരുത്തരും പുതുജാതനായ രാജാവിന് വിലപ്പെട്ട സമ്മാനങ്ങൾ കാഴ്ചവെച്ചു. അവരുടെ ഇടയിൽ ഒരു ചെറിയ ബാലൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ പഴയ ഒരു ചെറിയ ഡ്രം ഉണ്ടായിരുന്നു. മറ്റുള്ളവർ മനോഹര സമ്മാനങ്ങൾ സമർപ്പിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സ് ദുഃഖിതമായി. ദരിദ്രനായ ആ ബാലന്റെ കയ്യിൽ ആ ഡ്രം അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഉണ്ണീശോയുടെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, രാജാവിന് നൽകാൻ സമ്മാനമായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മറിയം സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ബാലനോട് പറഞ്ഞു, നീ സമ്മാനമൊന്നും കൊടുക്കണ്ട, നീ ഉണ്ണിയുടെ അടുത്ത് വന്നല്ലോ, അത് മതി. ബാലൻ തന്റെ കളിപ്പാട്ടത്തിലേക്ക് നോക്കി. എന്നിട്ട് ആ പഴയ കളിപ്പാട്ടവുമായി കുഞ്ഞിന്റെ അടുത്തു ചെന്നു. അവൻ പുൽക്കൂട്ടിൽ കുഞ്ഞിന്റെ വളരെ അടുത്തായി മുട്ടുകുത്തി ചോദിച്ചു, കുഞ്ഞെ, ഞാൻ നിനക്കായി ഡ്രം വായിക്കട്ടെ? മറിയം തലയാട്ടി. അപ്പോൾ ബാലൻ തന്റെ ഡ്രം സ്റ്റിക്കുകൾ എടുത്ത് താൻ ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മൃദുവായി മനോഹരമായ താളത്തിൽ വായിച്ചു. കാലിത്തൊഴുത്ത് നിശബ്ദമായി. മൃഗങ്ങൾ വരെ കാതുകൊണ്ടിച്ചു. ഇടയന്മാർ അത്ഭുതപ്പെട്ടു നിന്നു. അവസാന താളം നിശബ്ദതയിൽ ലയിക്കുമ്പോൾ ഉണ്ണീശോ കണ്ണുകൾ തുറന്ന് ബാലനെ നോക്കി പുഞ്ചിരിച്ചു. ബാലന്റെ ഹൃദയം നിറഞ്ഞു. താൻ സമ്മാനമൊന്നും നൽകിയില്ലെങ്കിലും പൂർണ്ണ സ്നേഹത്തോടെ ഡ്രം വായിച്ചത് വളരെ വിലപ്പെട്ടതായി തീർന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ രാത്രി മുതൽ തലമുറകൾ തോറും ആ ചെറിയ ഡ്രമ്മർ ബാലന്റെ കഥ ആവർത്തിക്കുന്നു. പ്രിയ കുട്ടികളെ, നമുക്കില്ലാത്ത ഒരു കാര്യവും ദൈവം നമ്മോട് ആവശ്യപ്പെടില്ല. സ്നേഹത്തോടുകൂടെ നമുക്ക് നൽകാൻ കഴിയുന്നത് മാത്രമേ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയുള്ളൂ. കയ്യിൽ സമ്മാനമായി ഒന്നുമില്ലാതിരുന്നിട്ടും സ്നേഹത്തോടെ തന്റെ കളിപ്പാട്ടത്തിൽ വായിച്ച താളം രാജാവിന് അർഹമായ ഒന്നായി മാറി. ഈ ക്രിസ്മസ് കാലത്ത് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനുണ്ടാകണം. അത് ദയോടെയുള്ള ഒരു പെരുമാറ്റമായിരിക്കാം. ഏകാന്തതയിലായിരിക്കുന്ന പ്രായമായവരുടെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നതായിരിക്കാം. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായിരിക്കാം. ഹൃദയത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി ചൊല്ലുന്ന ചെറിയ ഒരു പ്രാർത്ഥനയായിരിക്കാം. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ ഒരു പാട്ട് പാടുന്നതായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, സ്നേഹത്തോടെ നാം നൽകുമ്പോൾ ആനന്ദത്തോടെ ദൈവം അത് സ്വീകരിക്കുന്നു. ഡ്രമ്മർ ബാലന്റെ താളം പുഞ്ചിരിയോടെ ഉണ്ണീശോ സ്വീകരിച്ചതുപോലെ നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെ സംഗീതമാകട്ടെ. സ്നേഹപൂർവം, ഫാദർ പോൾ മൊറേലി.